ജയനും വിജയനും നാരായണന്റെ 2 ദ്വാരപാലകന്മാരായിരുന്നു. ഒരു തവണ വൈകുണ്ഠത്തിൽ അവർ ബ്രഹ്മപുത്രന്മാരായ സനതനെയും സനാതനെയും സനന്ദനെയും സനതകുമാരനെയും നാരായണനെ ദർശിക്കുന്നതിൽ നിന്നും തടഞ്ഞിരുന്നു. അതിൽ കുപിതരായ ബ്രഹ്മപുത്രന്മാർ ജയവിജയന്മാരെ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും എന്നേക്കുമായി മുക്തരാവട്ടെ എന്ന ശാപം നൽകുകയുണ്ടായി. അങ്ങനെ അവർ മൃത്യുലോകത്തിലെ നിവാസികളായി മാറി. നാരായണനപ്പോൾ ജയനും വിജയനും 2 മാർഗങ്ങൾ നൽകി. ഒന്നുകിൽ അവർ 7 ജന്മങ്ങൾ നാരായണന്റെ ഭക്തരായി ജീവിക്കുക, അതിനുശേഷം വൈകുണ്ഠത്തിലേക്ക് ആഗതരാവുക. അല്ലെങ്കിൽ 3 ജന്മങ്ങൾ നാരായണന്റെ ശത്രുക്കളായി ജീവിക്കുക. ഈ ജന്മങ്ങളിൽ നാരായണൻ സ്വയം അവരെ വധിക്കുകയും ചെയ്യും. അതിനുശേഷമേ അവർക്ക് വൈകുണ്ഠത്തിലേക്ക് മടങ്ങുവാൻ സാധിക്കുകയുള്ളൂ. അതിൽ ജയനും വിജയനും ആഗ്രഹിച്ചത് അതിശീഘ്രം തന്നെ നാരായണന്റെ സമീപത്തേക്ക് അവർക്ക് എത്തിച്ചേരണമെന്നാണ്. അതിനാൽ അവർ 2ാമത്തെ മാർഗം സ്വീകരിച്ചു. അതായത് നാരായണന്റെ ശത്രുക്കളായി ജന്മമെടുക്കുക എന്ന മാർഗമാണ് അവർ സ്വീകരിച്ചത്. ജയവിജയന്മാർ പ്രഥമയുഗത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപനുമായാണ് ജന്മമെടുത്തിരുന്നത്. അവരെ വധിച്ചത് സാക്ഷാൽ നാരായണൻ തന്നെയായിരുന്നു. അതിനുശേഷം ഈ യുഗത്തിൽ ജയനും വിജയനും രാവണനും കുംഭകർണനുമായി ജന്മമെടുത്തിരിക്കുകയാണ്. ഈ പ്രാവശ്യവും അവരുടെ വധം നാരായണന്റെ മനുഷ്യാവതാരത്തിലൂടെയായിരിക്കും സംഭവിക്കുക. ഭാവിയിൽ ഇവർ ഇരുവരും ശിശുപാലനായും ദന്തവക്രനായും ജന്മമെടുക്കുന്നതാണ്. അപ്പോഴും അവരെ വധിക്കുന്നത് ദ്വാപരയുഗത്തിൽ നാരായണൻ മനുഷ്യാവതാരം എടുത്തുകൊണ്ടായിരിക്കും.